പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. വെൽക്കം. യെസ്, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ ഇത് നമ്മുടെ ഷോയാണ്. പ്രേക്ഷകർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ മറക്കുന്നില്ല, നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഒരു QR കോഡ് വരുന്നു. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത്. സൂം പ്ലാറ്റ്ഫോമിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ 24-ന്റെ മാജിക് സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നേരിട്ടെത്താം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നേരിൽ പറയാനുള്ള അവസരമാണ്. അപ്പോൾ 10:30 മുതൽ 11:30 വരെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി ഇപ്പോൾ സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും പോകുക. അവിടെ 24-ന്റെ പേജിൽ കൃത്യമായി ഈ QR കോഡ് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് എത്താൻ കഴിയും. അപ്പോൾ അത് ചെയ്യുക. നമ്മൾ കാത്തിരിക്കുന്നു. നമുക്കിനി ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ തിരക്കിട്ട നീക്കം. ചർച്ചയുടെ കാര്യം NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസ്ഥാനം NCPയുടെ ആഭ്യന്തര വിഷയമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയുള്ളത്. തോമസ് നാളെ ശരത് പവാറിനെ കാണുമെന്ന വാർത്ത കൂടി അനുബന്ധമായി വരുന്നുണ്ട്. അജീഷ് ജയകുമാർ നൽകുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. അജീഷ്, നേരത്തെ AK ശശീന്ദ്രൻ തള്ളിയ കാര്യമാണ്, ഇത്തരം ചർച്ചകളൊന്നും ഇല്ല എന്നാണ് AK ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കുന്നു. നിലവിൽ NCPയിൽ അത്തരം ചർച്ചയുണ്ട്, മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുന്നു ശശീന്ദ്രനെ എന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു ഈ ചർച്ചയുടെ കാര്യം എന്നുകൂടി അറിയുമ്പോൾ വളരെ ഗൗരവമാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? പ്രജിൻ, പ്രവിത, എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു. എന്നാൽ സ്ഥാനം മാറുമെന്ന ചർച്ച നടന്നിട്ടില്ലെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ചർച്ച നടക്കുന്നതെന്നായിരുന്നു AK ശശീന്ദ്രൻ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പാർട്ടിക്കകത്ത് ശക്തമായ നീക്കം നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചിരുന്നു. അന്ന് 9 ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു പങ്കെടുത്തത്. ഇതിൽ 8 പേരും ഈ ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, തോമസും ഇക്കാര്യമായി ഈ വിഷയം ചർച്ച ചെയ്യാനായി ശരത് പവാറിനെ കാണുമെന്നും വിവരം പുറത്തു വരുന്നു. ശരത് പവാറിനെ കാണാൻ നാളെ ആയിരിക്കും തോമസ് മുംബൈയിലേക്ക് പോകുക. PC ചാക്കോയും മുംബൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. PC ചാക്കോയുമായി പക്ഷേ ഫോണിൽ ശരത് പവാർ അടക്കമുള്ളവർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ മന്ത്രിസ്ഥാനം മാറുന്നതിനെ കുറിച്ചുള്ള ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരേക്കും എടുത്തിട്ടില്ല. ശശീന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ നിലപാട്. ഈ ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ഇക്കാര്യമാണ് ശശീന്ദ്രൻ പറഞ്ഞത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ താൻ MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ശശീന്ദ്രൻ ആവർത്തിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്തെ ചർച്ചകൾ എന്തായാലും PC ചാക്കോ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ AK ശശീന്ദ്രൻ അനുകൂലമായ ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങൾ തന്നെ ആര് മന്ത്രിയാകണമെന്ന് തീരുമാനിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം AK ശശീന്ദ്രനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥാനം മാറുമെന്നതിൽ ഒരു കരാറില്ലെന്നും രാജിവെക്കുന്നതിനെ കുറിച്ച് പാർട്ടി ചിന്തിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ NCPക്കകത്ത് തകൃതിയായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുൻപ് ഈ മുതിർന്ന നേതാക്കൾ, NCPയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നത് എല്ലാ തീരുമാനവും ശരത് പവാറിന് വിടുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തോമസ് നാളെ ശരത് പവാറിനെ കാണുമ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഈ തോമസ് നാളെ ശരത് പവാറിനെ കാണുന്നത് തന്നെ ഈ മന്ത്രിസ്ഥാനം മാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഈ തോമസിനെ മന്ത്രിയാക്കുന്നതിനോടാണ് PC ചാക്കോയ്ക്കും സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോയ്ക്കും ഭൂരിഭാഗം വരുന്ന ജില്ലാ പ്രസിഡന്റുമാർക്കും താല്പര്യം. അതുകൊണ്ടാണ് ഇവരും നാളെ മുംബൈക്ക് പോകുന്നത്. മുംബൈയിൽ പോയി ശരത് പവാറിനെ കണ്ട ശേഷം ഈ മന്ത്രി മാറ്റത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ശരത് പവാറിനെ ബോധിപ്പിക്കും. എന്തായാലും ശശീന്ദ്രന് അനുകൂലം ഒരു ഭൂരിപക്ഷമായ ഒരു സാഹചര്യമല്ല നിലവിൽ NCPക്ക് അകത്ത് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രന് ഒരു എതിർ നിലപാടായിരിക്കും, അനുകൂലമല്ലാത്ത ഒരു നിലപാടായിരിക്കും കേന്ദ്രത്തിൽ നിന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുംബൈയിൽ പോയി കണ്ടാൽ ഉടനെ
ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കമായിരിക്കും കേന്ദ്ര കമ്മിറ്റി എന്തായാലും സ്വീകരിക്കും. എന്തായാലും നാളെ തന്നെ ഈ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തോമസ് കെ തോമസും പി സി ചാക്കോയും മുംബൈക്ക് പോകും. ശശീന്ദ്രൻ പോകുന്നതിനെ കുറിച്ച് ഇതുവരയ്ക്കും ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇവർ രണ്ടുപേരും പോയി ശരത് പവാറിനെ കണ്ടതിന് ശേഷമായിരിക്കും അടുത്ത ശശീന്ദ്രന്റെ നീക്കം ഇനി പുറത്തു വരിക. അജീഷ്, ഈ സർക്കാർ രൂപീകരണ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് കെ തോമസ് അവകാശവാദം ഉന്നയിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോഴൊക്കെ തന്നെ NCP-യിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു മന്ത്രി ആ സ്ഥാനത്ത് മാറ്റി വേറൊരു മന്ത്രി വരുന്നു. തോമസ് കെ തോമസിനാണ് NCP-യിലുള്ള മറ്റൊരു അംഗം എന്ന് പറയുന്നത്, മന്ത്രിസഭയിലേക്കുള്ള ഒരു എന്താണ് പറയുക എൻട്രി എന്ന് പറയാൻ. പക്ഷേ അപ്പോഴും ഈ രണ്ട് അഭിപ്രായങ്ങൾ, മന്ത്രിസ്ഥാനത്ത് നീക്കേണ്ടയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അത്തരം ചർച്ചകളില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ ഗൗരവമായ ചർച്ചകൾ നടന്നു, അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ NCP സംസ്ഥാന ഘടകത്തിൽ വളരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന് കരുതേണ്ടി വരുമോ? പ്രജിൻ, ഈ സ്ഥാനമാറ്റത്തിന് തടയണ നേരത്തെ ഈ ശശീന്ദ്രൻ വിഭാഗത്തിലെ 3 മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ശരത് പവാറിനെ കണ്ടിരുന്നു. പിന്നാലെ ഈ പി സി ചാക്കോ ശരത് പവാറിനെ മന്ത്രിമാറ്റത്തിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പറയാനോ പ്രതികരിക്കാനോ സംസ്ഥാന പ്രസിഡന്റോ ഈ തോമസ് കെ തോമസ് MLA തയ്യാറായിട്ടില്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ 9 ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം പി സി ചാക്കോ വിളിച്ചത്. അവരുടെ നിലപാട് എന്താണെന്ന് അറിയാനായിട്ടായിരുന്നു പി സി ചാക്കോ വിളിച്ചത്. പക്ഷേ അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാ പേരും, ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പങ്കെടുത്ത 9 പേരിൽ 8 പേരും മന്ത്രി മാറ്റത്തെ അനുകൂലിച്ചാണ് നിലപാടെടുത്തത്. അതോടെയാണ് തോമസ് കെ തോമസിന് ശരി, ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ 24-നോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തോമസ് കെ തോമസ്, അങ്ങനെ താങ്കൾ നാളെ ശരത് പവാറിനെ കാണുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രധാന ചർച്ചാ വിഷയം ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ ആകുമല്ലോ. എന്താണ് താങ്കൾ ഈ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമായും പറയുക? ശ്രീ തോമസ് കെ തോമസ്, താങ്കൾ കേൾക്കാമോ? കേട്ടു. ഞാൻ ചോദിക്കുന്ന ഇത് എവിടുന്ന് കിട്ടിയ ന്യൂസാണ്? ഞാൻ ഹർജിയെ കാണാൻ പോകുന്നുള്ളൂ, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അങ്ങനെ കൂടിക്കാഴ്ച ഇതുവരെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അല്ല, ഇതിലൊരു മന്ത്രിസ്ഥാനത്ത് നീക്കം അങ്ങനെ ഒരു അത് നടക്കുന്നുണ്ടോ? NCP മന്ത്രിയെ മാറ്റുന്നു? മന്ത്രിസ്ഥാനത്തെ കുറിച്ചുള്ള നീക്കം ഇന്ന് തുടങ്ങിയതല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ തന്നെ അത്തരം ചർച്ചകൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചർച്ച നടന്നു എന്നും അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശരിക്കും പി സി ചാക്കോ സാറുമായിട്ട് ബന്ധപ്പെടുന്നതല്ലേ നല്ലത്. കാരണം എനിക്ക് ഔദ്യോഗികമായിട്ട് ഇന്ന് വരെ ഈ സമയം വരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കും? അതാണ് സ്വാഭാവികമായും AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് മാറ്റുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടയാളാണ് താങ്കൾ. ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നു എന്നാണ്. അല്ല, ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ പറയേണ്ട കാര്യം. ഞാൻ ഇന്ന് തുടങ്ങിയതല്ല. നിങ്ങൾ ഇത് എന്റെ ന്യൂസ് ചാനലിൽ കൂടെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഞാൻ പാർട്ടിയിൽ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായിട്ട് പാർട്ടിയിൽ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതായി താങ്കൾക്ക് സ്വാഭാവികമായും അറിയാമായിരിക്കുമല്ലോ. എന്തോ പാർട്ടിയിൽ ഇത്തരമൊരു നീക്കം, അതായത് മന്ത്രിയെ മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നതായി താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രസക്തി. അതിന് ആധികാരികമായിട്ട് പറയേണ്ടത് എന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം എന്ത് പറയുന്നതാണ് അവസാന വാക്ക്. അദ്ദേഹം പറയട്ടെ. ഞാനായിക്കൊണ്ട് അനാവശ്യമായ ഒരു സംഭവത്തിനും തയ്യാറല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറയുകയും കോലാഹലങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്റെ നിലപാട്, ഞാൻ പാർട്ടിയിൽ അച്ചടക്കമുള്ള പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ നല്ല രീതിയിൽ ഞാനും പി സി ചാക്കോ സാറുമായിട്ട് വളരെ നല്ല ബന്ധം. കാരണം അതിനേക്കാട്ടിൽ ഉപരിയായിട്ട് പാർട്ടിയെ വളരെ ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നു. അതിന് തടസ്സം ഒന്നും തോമസ് കെ തോമസിന് പറയാനില്ല. എന്ത് പറയാനുണ്ടെങ്കിലും ആരാധ്യനായ എന്റെ പ്രസിഡന്റ് ചാനലിൽ കൂടി പറയും. കാരണം ഞാൻ നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഫോൺ എടുത്തത്. കാരണം ഫോൺ എടുക്കാതിരിക്കുന്ന മനസ്സിലായി. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹം അത്തരത്തിൽ വാർത്തകളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. അത് NCP സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ തന്നെ പറയും അത്തരം കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്.
മറ്റ് റിപ്പോർട്ടുകൾ നോക്കിയാൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കി PV അൻവർ MLA. മുഖ്യമന്ത്രിയെ മറയ്ക്കുള്ളിൽ നിർത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP MR അജിത് കുമാറുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് നിലമ്പൂർ MLA 24നോട് പറഞ്ഞു. എല്ലാം ജനം അറിയാൻ വേണ്ടിയാണ് താൻ പരസ്യമായി രംഗത്ത് വന്നതെന്നും PV അൻവർ തുറന്നടിച്ചു. ഇന്നത്തെ ടോപ്പ് സ്റ്റോറിയിലേക്കാണ് ഇനി. MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ സുഗമമായിരുന്നുവെന്ന് സമ്മതിച്ച PV അൻവർ P ശശി മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ധരിപ്പിക്കുന്നില്ലെന്ന് വിമർശിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഒരു മറക്കപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യം, എൻ്റെ അനുഭവം. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പോലീസിലെ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത് മനഃപൂർവ്വമാണോ എന്ന് പാർട്ടി അന്വേഷിക്കണം. എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ നിയന്ത്രിക്കാനും ഈ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ നോക്കിക്കാണാനും ഏൽപ്പിക്കപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നു എന്നത് തന്നെയാണ് എൻ്റെയും ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, അത് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കി BJPക്ക് അനുകൂലമാക്കിയതിൽ MR അജിത് കുമാറിന് പങ്കുണ്ടെന്നതിൽ സംശയമില്ല. പൂരം കലക്കിയത് അവനാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. നീ പൂരം കലക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അജിത് കുമാർ വിട്ടു എന്നതിലപ്പുറം എന്താണ് ഇതിൽ നമ്മൾ ഊഹിക്കേണ്ടത്? പോലീസ് നടപടികൾ ഇടതുപക്ഷത്തിന്റെ 15 ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെടുത്തി. തിരുത്തിയില്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകും. ഒരു 15 ലക്ഷം വോട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിൽ വരേണ്ട വോട്ട് ഈ പോലീസിംഗ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. പാർട്ടിയുടെ നേതൃത്വം കേരളത്തിലുണ്ട്, അവർ ആക്ഷൻ ചെയ്യണം. ആ ആക്ഷനിലേക്ക് കടന്നാൽ താഴേക്കടയിൽ പാർട്ടി പ്രവർത്തകർ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ മുഴുവൻ മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും. അല്ല മറിച്ചാണ് കാര്യമെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇപ്പം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പതിപ്പായിരിക്കും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടന്നാൽ സ്വർണ്ണക്കടത്ത് സംഘവുമായി SP സുജിത് ദാസ്, MR അജിത് കുമാർ എന്നിവർക്ക് ബന്ധമുള്ളതിന് നിരവധി തെളിവ് ലഭിക്കും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം അറിഞ്ഞിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ ഇടപെട്ടേനെയെന്നാണ് അൻവറിന്റെ ന്യായീകരണം. പ്രത്യക്ഷത്തിൽ ന്യായീകരിക്കാനാണ് ശ്രമിച്ചതെങ്കിലും ഫലത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ചയിലേക്കാണ് അൻവർ വിരൽ ചൂണ്ടുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി MR അജിത് കുമാർ തുടരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് താനല്ലെന്ന PV അൻവറിന്റെ വാക്കുകളിൽ അതൃപ്തി വ്യക്തം. അന്വേഷണം എന്താകുമെന്ന് കാത്തിരുന്നു കാണാമെന്ന മറുപടിയിലൂടെ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറയാതെ പറയുകയാണ് PV അൻവർ. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രീത തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെയാണ് ഇനി കടക്കുന്നത്. കഴിഞ്ഞ ദിവസം MLA നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം കൂടി. MR അജിത് കുമാറിനെ ഇടനിലക്കാരനാക്കി മുഖ്യമന്ത്രി RSS നേതാവുമായി ചർച്ച നടത്തി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞുവിട്ടുവെന്നാണ് ആരോപണം. ഇതിനുശേഷമാണ് തൃശൂർ പൂരം കലക്കിയത് എന്നും VD സതീശൻ പറഞ്ഞു. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് BJP പ്രതികരിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയെ ചൊല്ലി CPI കടുത്ത അമർഷത്തിലാണ്. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കുളം കലക്കൽ. പൂരം കലക്കിയതും തൃശൂരിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ചരടുവലി നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കടും വെട്ട്. അതിന് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ. തൃശൂരിലെത്തിയ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്താൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞയച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടിക്കാഴ്ച നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്നും വെല്ലുവിളി. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു? അതാണ് ചോദ്യം. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് BJPയുടെ ഫോർമുലയാണെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് VS സുനിൽകുമാർ. അട്ടിമറി സാധ്യത നേരത്തെ തന്നെ ഉന്നയിച്ചതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പറ്റി
കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അന്നേ പറഞ്ഞതാണ്. ഒരു പ്രകാരത്തിലും അട്ടിമറിക്കപ്പെടാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അട്ടിമറിക്കപ്പെട്ടു. അതിൻ്റെ പുറകിൽ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തന്നെ പറഞ്ഞതാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെന്നും VD സതീശന്റേത് ഉണ്ടയില്ല വെടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. VD സതീശൻ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. കാരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി BJPയെ കൂടി വലിച്ചിടാനാണ്, അല്ലെങ്കിൽ RSSനെ കൂടി വലിച്ചിടാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും നിലനിൽക്കാത്ത കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ഉണ്ടയില്ലാത്ത വെടിയാണ്. BJP ബന്ധത്തിന്റെ പേരിൽ EP ജയരാജനെതിരെ നടപടിയെടുത്ത CPIMനെ മുഖ്യമന്ത്രിയുടെ RSS ബന്ധമാരോപിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ എന്തായാലും തൃശ്ശൂർ പൂരം കഴിഞ്ഞ വർഷത്തെ ആ വിവാദങ്ങളെല്ലാം വീണ്ടും തലപൊക്കുകയാണ്. അതിൽ ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം അത് കടുപ്പിക്കുന്നു. അത് ഭരണപക്ഷത്തുള്ള ഒന്നും വരുന്നു, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുനിന്നും ഒരുപോലെ വരികയാണ്. അപ്പോൾ എന്താണ് അതിൽ തുടർ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി കമന്റ്സിലേക്ക് വരികയാണെങ്കിൽ KG തോമസ് പറയുന്നു, പ്രസിഡന്റ് പ്രവിത നമസ്കാരം, സൂപ്പർ സോങ്. അതോടൊപ്പം ജനാർദ്ദനൻ നായർ ചോദിക്കുന്നു, ഒരു പാട്ട് മുഴുവൻ പാടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാടുന്നത് എന്ന് ചോദിക്കുന്നു. നമുക്കതിനുള്ള സമയമില്ലാത്തതാണ് ശരിക്കും. അതിനിടയിൽ കുറച്ച് മ്യൂസിക് എന്ന ഇതിൽ മാത്രമാണ് നമ്മൾ കാണേണ്ടത്. ഗാനമേളയാണോ എന്ന് വെൻജിയൻസ് ചോദിക്കുന്നുണ്ട്. പ്രിൻസി വിദ്ര ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ പ്രകാശ് കൺഗ്രാറ്റ്സ് ബോത്ത് സിംഗേഴ്സ് എന്ന് പറയുന്നു, താങ്ക് യു. പിന്നെന്താ, ഈ വിൻസി ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു പാട്ട് പാടുമോ എന്ന്. റോജാപ്പൂ കവിളത്ത് എന്നാ പറയുന്ന ആ പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നു. വളരെ പെട്ടെന്ന് 2 ലൈൻ പാടാം. റോജാപ്പൂ കവിളത്ത് കാമദേവൻ തൊട്ടപ്പോൾ കള്ളിപ്പെണ്ണിന് ഒരു കള്ളനാണം, അഴകിന്മേൽ മൈയെഴുതി അരമണികൾ കൊഞ്ചി വരും, നിൻ മനസ്സിൽ താലി ചാർത്തി 100 സ്വപ്നങ്ങൾ. അങ്ങനെ പോവാ പാട്ട്. ഓക്കെ. You are watching 24 from News Headquarters, Kochi. AK ശശീന്ദ്രനെതിരെ വീണ്ടും NCPയിൽ പടയൊരുക്കം. മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കാൻ ആലോചന. മുഖ്യമന്ത്രിയെ വിവരമറിയിച്ച് PC ചാക്കോ. മന്ത്രിസ്ഥാനം NCPയുടെ ആഭ്യന്തര വിഷയമെന്ന മുഖ്യമന്ത്രി. വഴങ്ങാതെ AK ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ്. P. ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ CPIM തീരുമാനിച്ചതിന് ശേഷവും ആഞ്ഞടിച്ച് PV അൻവർ. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമിടയിൽ ബാരിക്കേഡ് തീർത്തത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന അൻവർ 24നോട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു മറക്കപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോലീസിന്റെ തെറ്റായ നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർത്തി. 15 ലക്ഷം വോട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിൽ വരേണ്ട വോട്ട് ഈ പോലീസിംഗ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. തന്റെ ഉന്നം മുഖ്യമന്ത്രിയല്ല, അജിത് കുമാറിന് വീണ്ടും രൂക്ഷ വിമർശനം. മനുഷ്യർ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആ ഒരു നെയിംസേക്കുള്ള ഒരു പോലീസിനെ ഈ രീതിയിൽ എത്തിക്കണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ADGP എത്ര, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ. ഭയമില്ലെന്ന് P. ശശി. PV അൻവറിന്റെ പരാതിയിലെ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസിൽ നീക്കം. SP സുജിത് ദാസിന്റെ കാലത്തല്ല മരം മുറിച്ചതെന്ന് പറയാൻ സമ്മർദ്ദമെന്ന് അയൽക്കാരി. കരീം സാറുള്ളപ്പോഴാണ് മരം മുറിച്ചതെന്ന് അങ്ങനെ പറയാൻ പറഞ്ഞു. ഞാൻ അതിപ്പോൾ എങ്ങനെയാ, കരീം സാറുള്ളപ്പോഴല്ലോ മരം മുറിച്ചത്, സുജിത് സാറുള്ളപ്പോൾ തന്നെയല്ലേ മരം മുറിച്ചതെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഞാൻ എവിടെ പോകണമെങ്കിൽ സത്യം പറയാൻ തയ്യാറാണ്. സ്വർണ്ണക്കടത്തിന്റെ തെളിവ് നശിപ്പിച്ചതിന്റെ വീഡിയോ ദൃശ്യവും പുറത്ത്. ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ അടക്കി നിർത്താനാകില്ലെന്ന് PV അൻവറിനൊപ്പമുള്ള ചിത്രമിട്ട് KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ADGP MR അജിത് കുമാറിനെ ഇടനിലക്കാരനാക്കി മുഖ്യമന്ത്രി RSS നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. പൂരം കലക്കൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന് VD സതീശൻ. പിന്തുണച്ച് PV അൻവർ. പൂരം കലക്കലിന് പിന്നിൽ ഗൂഢനീക്കമെന്ന് ബിനോയ് വിശ്വം. പൂരം കലക്കിയുള്ള തെരഞ്ഞെടുപ്പ് ജയം BJP ഫോർമുലയെന്ന് VS സുനിൽകുമാർ. ആരോപണങ്ങൾ തള്ളി BJP. തിരുവനന്തപുരം പാപ്പനങ്കോട് തീപിടുത്തത്തിൽ വൈഷ്ണയ്ക്കൊപ്പം മരിച്ചത് സുഹൃത്ത് ബിനുകുമാർ എന്ന പ്രാഥമിക സ്ഥിരീകരണം.
വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം ബിനു ജീവനൊടുക്കിയെന്ന നിഗമനത്തിൽ പോലീസ്. ബിനു ഓഫീസിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങൾ 24-ന്. ഔദ്യോഗിക സ്ഥിരീകരണത്തിന് DNA ഫലം കാത്ത് അന്വേഷണ സംഘം. മൂന്നാർ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച റവന്യൂ വകുപ്പ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയാൽ ക്രിമിനൽ കേസെടുക്കും. കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലെന്ന് റവന്യൂ മന്ത്രി. തമിഴ് സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇഫക്റ്റ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച് അഭിനേതാക്കളുടെ സംഘടന. പരാതി അറിയിക്കാൻ പ്രത്യേക സംവിധാനം. കുറ്റം തെളിഞ്ഞാൽ 5 വർഷത്തെ വിലക്ക്. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് ഹൈക്കോടതിയിൽ ആശ്വാസം. ജാമ്യം ലഭിക്കുന്ന കുറ്റമെന്ന് രേഖപ്പെടുത്തി ഹർജി തീർപ്പാക്കി കോടതി. പോർബന്തറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച മലയാളി ജവാൻ ബിപിൻ ബാബുവിന് വിട നൽകി നാട്. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അപകടമുണ്ടായത് പരുക്കേറ്റ കോസ്റ്റ് ഗാർഡ് ജീവനക്കാരനെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടെ. പ്രളയത്തിൽ മുങ്ങിയ ആന്ധ്രയിൽ നിന്ന് അതിജീവനത്തിന്റെ ഉജ്ജ്വല ദൃശ്യം. കുഞ്ഞിനെ പെട്ടിയിലാക്കി രക്ഷാപ്രവർത്തകർ നീങ്ങുന്ന കാഴ്ച വിജയവാഡയിൽ നിന്ന്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾ. ഗുജറാത്തിൽ ഇന്നും തീവ്രമഴ. 100-ലേറെ ഡാമുകൾ നിറഞ്ഞു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലാദ്വയിൽ. ആദ്യ പട്ടികയിൽ 67 പേർ. BJP നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെതിരെ കേസെടുത്ത CBI. മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും 2 പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിൽ. രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. പുതിയ ദൗത്യം. ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന് 2ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തെലങ്കാനയിൽ നിന്നാണ് വാർത്ത വരുന്നത്. ജൈനൂർ ഗ്രാമത്തിൽ ആദിവാസി യുവതിയെ പീഡിപ്പിച്ചതിനെ തുടർന്ന് സംഘർഷം. ആസിഫാബാദിൽ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും കടകളും തല്ലി തകർത്തു. മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ് നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. അരുൺ, എന്താണ് സംഭവം? ഇത് ഈ സംഘർഷം ഈ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണോ? പ്രജിൻ, ഇന്ന് വൈകിട്ടോടെയാണ് തെലങ്കാനയിലെ ആസിഫാബാദിൽ ഇത്തരത്തിൽ വൻ സംഘർഷമുണ്ടായത്. അവിടെ കഴിഞ്ഞ ദിവസം ഈ ആസിഫാബാദിന് സമീപമുള്ള ജൈനൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ആദിവാസി യുവതി ലൈംഗികാതിക്രമത്തിന് ഇരയായിരുന്നു. അതിൽ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത് ഈ ആസിഫാബാദ് സ്വദേശിയായിട്ടുള്ള ഷെയ്ഖ് മക്തും എന്ന ആണെന്നാണ് ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കുടുംബം പരാതി ഉൾപ്പെടെ നൽകിയിരുന്നു. എന്നാൽ അതിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നും ഈ പ്രതിയെ ഈ മേഖലയിൽ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഈ ആസിഫാബാദ് എന്ന് പറയുന്ന മേഖലയിലേക്ക് 100 കണക്കിന് പേർ ഇന്ന് വൈകിട്ടോടെ സംഘടിച്ചെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും വിവിധ കടകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും അവിടുത്തെ പ്രദേശവാസികളെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ കൂടുതൽ പോലീസിനെ എത്തിച്ച് ഇപ്പോൾ സംഘർഷത്തിന് അല്പം ഒരു അയവ് വന്നിട്ടുണ്ട്. ഇതൊരു വർഗീയ സ്വഭാവമുള്ള ഒരു സംഘർഷമായതിനാൽ കൂടുതൽ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് സംവിധാനങ്ങളെ അങ്ങോട്ട് വിന്യസിക്കുന്നുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുള്ള യുവതി അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഈ അതിക്രമത്തിന് ശേഷം ആ യുവതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള പരാതിയുണ്ട്. ഈ പ്രതിയെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു സംഘം ഇന്ന് സംഘടിച്ചെത്തി വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയും ചെയ്തത്. പോലീസ് എന്തായാലും ഇപ്പോൾ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ പോലീസ് സംഘത്തെ ആ പ്രദേശത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. പ്രജിൻ, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ജൈനൂരിലാണ്, തെലങ്കാനയിലെ ജൈനൂരിലാണ് ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ തുടർവാർത്ത നോക്കിയാൽ പരാതിക്കാരിയെ അറിയില്ല എന്ന നിവിൻ പോളിയുടെ വിശദീകരണം പൂർണ്ണമായി മുഖവിലക്കെടുക്കാതെ പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ഉടൻ അറസ്റ്റ് വേണ്ട എന്നതാണ് തീരുമാനം. നിവിൻ പോളിക്കെതിരെ മുമ്പ് നൽകിയ പരാതിയിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്നും അന്വേഷിക്കും. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. മയക്കുമരുന്ന് നൽകി ലൈംഗികമായി ഉപദ്രവിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ കേസെടുത്തെങ്കിലും
അറസ്റ്റ് ഉടൻ വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിക്കാരി നേരത്തെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ഊന്നുകൽ സിഐയുടെ മൊഴിയും പ്രത്യേക സംഘം രേഖപ്പെടുത്തും. യുവതിയുടെ പരാതി വ്യാജമാണെന്ന നിലപാടിൽ നിവിൻ പോളി ഉറച്ചുനിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം തേടി ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. അതേസമയം നിവിൻ പോളി പറയുന്നത് കളവാണെന്ന് പരാതിക്കാരി ആരോപിച്ചു. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിന്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്താണെന്ന് തെളിയട്ടെ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പശ്ചിമബംഗാൾ നടി നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. നിലവിൽ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്ന് രേഖപ്പെടുത്തിയാണ് ഹർജി തീർപ്പാക്കിയത്. 24 കൊച്ചി. യെസ്, ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കണ്ണൂരിൽ നടന്നൊരു സംഭവമാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതെ, കണ്ണൂർ നഗരവാസികളെ ഭീതിയിലാക്കിയ പെരുമ്പാമ്പിനെ പിടികൂടി. കക്കാട് ഹൗസിംഗ് കോളനിക്ക് സമീപം മരത്തിലേക്ക് ഇഴഞ്ഞു കയറിയ പാമ്പിനെയാണ് 2 മണിക്കൂർ നീണ്ട സാഹസിക ദൗത്യത്തിനൊടുവിൽ പിടികൂടിയത്. കണ്ണൂർ കക്കാട് പുഴാതി ഹൗസിംഗ് കോളനിയിൽ 3 ദിവസം മുൻപാണ് പ്രദേശവാസികൾ പെരുമ്പാമ്പിനെ കണ്ടത്. ഇരയെ പിന്തുടർന്ന് പാമ്പ് കൂറ്റൻ മാവിന്റെ മുകളിലെത്തി. ഇരയെ അകത്താക്കിയതോടെ ചില്ലകളിൽ ചുറ്റിപ്പിണഞ്ഞ് സുഖനിദ്ര. ഇടയ്ക്ക് ചുരുളഴിച്ച് കൊമ്പുകളിലേക്ക്. ഒടുവിൽ 3-ാം ദിനം പാമ്പിനെ പിടിക്കാൻ ആളെത്തി. സന്നദ്ധ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകർ സർവ്വസന്നാഹങ്ങളുമായി പാമ്പിനെ പിടിക്കാനിറങ്ങി. വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ മരത്തിന്റെ മുകളിലേക്ക് 2 പേർ സാഹസികമായി കയറി. 2 മണിക്കൂറോളം നീണ്ട ശ്രമകരമായ ദൗത്യം. ഒടുവിൽ പാമ്പ് വഴങ്ങി. സഞ്ചിയിലാക്കി താഴെ ഇറക്കി. മരത്തിന് മേലെ ചിലപ്പോൾ മരപ്പെട്ടി ഒന്നും കൊണ്ടായിരുന്നു, ചിലപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി കയറിയതായിരിക്കും. പിന്നെ അത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് 2 ചിലപ്പോൾ പിന്നെ ആൾക്കാർ ഇതെല്ലാം താഴെ ഇറങ്ങുന്നില്ല. അത് ഒരു 1-1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ട് സാഹസികമായിട്ട് തന്നെ ഇത് കിട്ടിയത്. പിന്നെ മരത്തിൻ്റെ മേലെ വെള്ളിക്കാടും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. നഗരമധ്യത്തിലെ ആശങ്കയ്ക്കും കൗതുകത്തിനുമൊടുവിൽ ശുഭസമാപ്തി. പാമ്പിനെ വനമേഖലയിൽ തുറന്നുവിടും. 24 കണ്ണൂർ. കണ്ണൂരുകാരനായതുകൊണ്ട് തന്നെ പ്രജിന് ആ വാർത്തയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. കണ്ണൂരുകാരനായതുകൊണ്ട് എന്തായാലും നമ്മളത് അതിനെ പിടിച്ചു മാറ്റി എന്നുള്ളതാണ്. പെട്ടെന്ന് കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ മൂസക്കോയ വി ഒരു കമന്റ് ചെയ്തിരിക്കുന്നു. എല്ലാം കൂടി കൂട്ടിയ ഈ സാമ്പാർ, അതായത് പ്രാപ്ര പരിപാടി ബ്രാക്കറ്റിലുണ്ട് കേട്ടോ, എന്തൊരു രസമാ, പരസ്യമില്ലെങ്കിൽ ഒന്നുകൂടി ഉഷാർ. അങ്ങനെ പറയാത്, പരസ്യം എന്തായാലും വേണമല്ലോ. ഓണമായതുകൊണ്ടാണ് കുറച്ച് അധികം പരസ്യം ഉള്ളത്. അതും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുന്നതിനോടൊപ്പം. മെബിൻ അമ്മാടം പറയുന്നു, 24 പുറത്താക്കിയാലും 2 പേർക്കും പാട്ട് പാടി ജീവിക്കാം. സാലറി കൂട്ടി ചോദിച്ചോളൂ പാട്ട് പാടുന്നതിന്റെ എന്നൊക്കെ പറയുന്നുണ്ട്. നിഷാദ് വി ഇന്ന് വീണ്ടും നിഷാദ് വി എത്തിയിട്ടുണ്ട്. പ്രജിൻ പ്രവിത, വെളിച്ചമുണ്ടെങ്കിലേ സ്വന്തം നിഴൽ പോലും കൂടെ ഉണ്ടാകൂ എന്ന് ഓർക്കുക. ഏത് സാഹചര്യത്തിലും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. എന്നിട്ട് അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ഞാൻ എന്നും 24ന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിച്ചോ നിഷാദെ? എല്ലാ ദിവസവും പരമാവധി നിഷാദിന്റെ കമന്റുകൾ വായിക്കുന്നുണ്ടല്ലോ. അതെ, അതോടൊപ്പം കെ ശിവദാസ് പറഞ്ഞു, അവർക്ക് ഈ പാട്ട് കാണാതെ അറിയാൻ സാധ്യത കുറവാണ് അത്രേ എന്ന് പറയുന്നു. ചില പാട്ടൊക്കെ നമുക്ക് കാണാതെ അറിയാം കേട്ടോ. സജി വർഗീസ് പറയുന്നു, പ്രജിൻ അങ്ങനെ വേണം. പ്രജിൻ ആൻഡ് പ്രവിസ, നിങ്ങളുടെ കോഴിക്കോട് ലൈവ് അതിമനോഹരമായിരുന്നു. അവിടുത്തെ നാട്ടുകാർക്കൊപ്പം ഞങ്ങളും നന്നായി ആസ്വദിച്ചു എന്ന് പറയുന്നു. അതെ, കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് പ്രേക്ഷകരെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്തു. നമുക്കതിൽ ഒരുപാട് സന്തോഷവും ഉണ്ട്. വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. പ്രവിത വിശക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നന്നായിട്ട് ഭക്ഷണം വിശക്കുന്നുണ്ട്, കഴിച്ചില്ല. അപ്പോ ബിരിയാണി വേണോ? ബിരിയാണി ഇപ്പൊ വയറ് ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് തോന്നുന്നില്ല, പക്ഷെ നല്ല ഇഷ്ടമാണ്. ഏത് സമയത്ത് കഴിച്ചാലും നമുക്ക് ബിരിയാണി ഓക്കെയാണ്. അപ്പൊ നമുക്ക് ചെന്നൈയിലേക്ക് ഒന്ന് പോയാലോ? പ്രേക്ഷകരെ കൂട്ടാം. ചെന്നൈ നല്ല ദം ബിരിയാണിയുമായി റെഡിയായി നിൽക്കുന്നുണ്ട് നമ്മുടെ മനീഷ് മൂർത്തി. പോലെ ചെന്നൈയിലേക്ക്. പ്രജിൻ, പ്രവിത, വണക്കം. അപ്പോൾ നമുക്കിന്നേ നല്ല തലശ്ശേരി ബിരിയാണി കഴിക്കാൻ പോയാലോ? അവിടെ കേരളത്തിൽ വലിയ അത്ഭുതമായിരിക്കില്ല, പക്ഷേ ചെന്നൈയെ സംബന്ധിച്ച് തലശ്ശേരി ദം ബിരിയാണി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളുള്ളത് ചെന്നൈയിലെ OMR റോഡിലുള്ള നാവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ്, ഇവരുടെ ലോഗോ കണ്ടോ? അതായത്
ക്യാപ്ഷൻ എന്ന് പറയുന്നത് സെർവിങ് നൊസ്റ്റാൾജിയ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാകണ്ടല്ലേ, ഇവിടെ നല്ല പഴം നിറച്ചത്, പഴംപൊരി, പിന്നെന്താണ് ബോണ്ട, അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ നാടൻ വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പരിപ്പുവടയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഇങ്ങനെയുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യലിലേക്ക് നമുക്ക് എന്തായാലും പോകണം. അത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ തലശ്ശേരി ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ദം ബിരിയാണീൻ്റെയും കൂടി വിവരങ്ങൾ അറിയണം. ബാംഗ്ലൂർ 1999 സ്റ്റാർട്ട് ചെയ്തത് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ 2024 ചെന്നൈ അതുപോലെ UAE വരെ എത്തി നിൽക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം കൊണ്ടും ക്വാളിറ്റി കൊണ്ടുമാണ് നമ്മളിതുവരെ എത്തിയത്. നമ്മുടെ തലശ്ശേരി ബിരിയാണിൻ്റെ ഒരു പെരുമ തന്നെ ലോകത്ത് എവിടെ ചെന്നാലും തലശ്ശേരി ബിരിയാണി ദം ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത്രയും ഫേമസ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കറി, ഈ അരിയൊക്കെ ഒരു നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടുന്ന് വാങ്ങാതെ കൃത്യമായി നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് അത് വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി ആ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അത് തന്നെയാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അടിപൊളി. ഇവിടെ ടൈം കിട്ടുമ്പോൾ വരാറുണ്ട്. അതെ, നാട്ടിൻ്റെ പുറത്ത് ഇവിടെ ചെന്നൈയിൽ ഇതേപോലത്തെ ഒരു ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നല്ല ക്വാളിറ്റി ഫുഡ് നാട്ടിൽ അതേ ടേസ്റ്റിൽ കിട്ടും. നല്ലേ. ചെന്നൈയിലെ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ നാവല്ലൂരാണ്, അത് OMR നാവല്ലൂരാണ് തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം പോകുന്ന വഴിക്കൊക്കെ കയറിയാൽ നല്ല നാടൻ ഫുഡ്, നമ്മുടെ നാടൻ കേരള ഫുഡ് കഴിച്ചിട്ട് പോവാം. മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപ്പടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ഈ രാത്രി നേരത്ത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണിക്കുന്നത് പ്രേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് കഴിക്കാത്തവരാണെങ്കിൽ. എനിക്ക് ബുദ്ധിമുട്ടായി. ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് നന്നായിട്ടൊന്ന് ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രജന്റ് പോയി ബിരിയാണി കഴിക്കും. കിട്ടിയ കഴിഞ്ഞ. യെസ്. അപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമാണ്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്ന ഗ്രാമം ഏതാണെന്ന് ഊഹിക്കാമോ? അല്ലെങ്കിൽ ഏത് രാജ്യത്താണെന്നെങ്കിലും ഊഹിക്കാമോ? എനിക്കറിയാം. നമുക്കറിയാലോ. ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ഗുജറാത്തിലാണ്. അതെ, മധാപർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. എന്താണ് മധാപറിന്റെ സമ്പൽ സമൃദ്ധിയുടെ കാരണം, രഹസ്യം എന്താണ് എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ അറിയാം. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായികൾക്ക് ജന്മം നൽകിയ നാടാണ് ഗുജറാത്ത്. നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഗുജറാത്തിന്റെ സമൃദ്ധി. മധാപർ എന്ന ഗ്രാമം ഉദാഹരണമാണ്. അതിശയകരമാണ് ഈ ഗ്രാമത്തിന്റെ സമ്പദ് സമൃദ്ധി. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്നാണ് മധാപർ ഇപ്പോൾ അറിയപ്പെടുന്നത്. പട്ടേൽ സമുദായത്തിൽപ്പെട്ടവരാണ് മധാപറിലെ ഭൂരിഭാഗം പേരും. ജനസംഖ്യ 32,000. ഇതിൽ 1200 കുടുംബങ്ങൾ വിദേശത്താണ്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ മധ്യ ആഫ്രിക്കയിലെ കൺസ്ട്രക്ഷൻ, ബിസിനസ് രംഗങ്ങളിലും ഈ ഗ്രാമത്തിൽ നിന്നുള്ളവരുണ്ട്. ഇവരുടെ നിക്ഷേപമാണ് മധാപറിലെ ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്നത്. ഗ്രാമത്തിലെ 17 ബാങ്കുകളിലായി 7,000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. ഗ്രാമീണരുടെ സമ്പത്ത് ഗ്രാമത്തിന്റെ കെട്ടിലും മട്ടിലും പ്രകടമാണ്. കൂറ്റൻ നിക്ഷേപങ്ങൾ ലക്ഷ്യമിട്ട് രാജ്യത്തെ മറ്റ് ബാങ്കുകളും മധാപറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. റിസർച്ച് ഡെസ്ക്, 24. അപ്പോൾ മധാപർ പൊളിയാണ്. 7,000 കോടിയുടെ സ്ഥിര നിക്ഷേപമുള്ള സ്ഥലം, അതും ഇന്ത്യയിൽ, ഗുജറാത്തിലാണ് എന്ന് പറയുമ്പോൾ അത് അതിശയം തന്നെയാണ്. യെസ്. പ്രേക്ഷകന്റെ കമന്റ് പറഞ്ഞാൽ ടെക്സാജു പറയുന്നുണ്ട്, പ്രജിൻ പ്രവിത അന്ന് സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ പ്രവിതയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി, പ്രജിനെ കിട്ടിയില്ല. ഓഡിയൻസിന്റെ ഇടയിൽ അടിച്ചു പൊളിക്കുകയായിരുന്നല്ലോ എന്ന്. അവിടേക്കായി നമ്മളിങ്ങനെ കറങ്ങിയായിരുന്നു. എന്തായാലും അപ്പോൾ അടുത്ത ജില്ലാ സമ്മേളനത്തിൽ കാണാം. അങ്ങോട്ട് വരാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും ഞങ്ങൾ കൂടുതൽ വാർത്തകളും ഒപ്പം സെഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് എത്തും, പുതിയ പാട്ടുമായി എത്തും. യെസ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.